എവിടെയാടാ നമ്മൾ പോകുന്നത്? ദുബായിൽ ജീവിക്കുന്നവർക്ക് ബുർജ് ഖലീഫ ഒരു പുതിയ കാഴ്ചയല്ല. സത്യത്തിൽ ബുർജ് ഖലീഫ കാണാൻ പോകുന്നത് ഇത് ഞങ്ങൾ ആദ്യമായിട്ടും അല്ല. പക്ഷേ ചില സ്ഥലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത തേടിയാണ് ഇന്നത്തെ യാത്ര. പോണേ? അവിടെ എന്താ ഉള്ളേ? യുവക്കുട്ടി ഹാപ്പിയാണോ? യുവക്കുട്ടി ഇത് ഫസ്റ്റ് ടൈം ആണോ പോണേ? അല്ല, പിന്നെപ്പം പോയി ഫസ്റ്റ് ദിവസം ഞാൻ പോയിട്ട് സെക്കൻഡ് ആണ് ഇത്. ഇത് സെക്കൻഡ് ടൈം ആണോ? ഓക്കെ. ഇതാണ് എന്റെ റബ്ബർ ബാൻഡ് സ്റ്റേക്ക്. എവിടെ പോയാലും എന്തെങ്കിലും ഒരു സൂത്രം കൈ കാണും. അത് അവന് സ്ഥിരമുള്ളതാണ്. ഇതിപ്പോൾ നമ്മുടെ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനാണ്. നമുക്ക് അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ. ഇവിടെ നോക്കടാ, ഫ്ലൈറ്റ്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോണേ അല്ലേ? അവ ബുർജ് ഖലീഫയിലോട്ട്. അങ്ങനെ സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മൾ മെട്രോയിൽ കയറി. സീറ്റൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. സൈഡിൽ വിൻഡോയുടെ അടുത്ത് തന്നെ നിന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ദുബായ് ഫ്രെയിം. നേരത്തെ പറഞ്ഞ പോലെ ദുബായിലുള്ള എല്ലാവർക്കും ഇത് അറിയാം കേട്ടോ. എന്നാലും ഞാൻ വീഡിയോ ആയതുകൊണ്ട് ഇത് പറയുന്നതേ ഉള്ളൂ. ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ദുബായിയുടെ പഴയ മുഖവും പുതിയ മുഖവും ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു സെൻറ്റർ പോർഷനാണ് ഏകദേശം ഈ ദുബായ് ഫ്രെയിം നിൽക്കുന്നത്. ഓരോ ബിൽഡിങ് കാണുമ്പോഴത്തേക്കും ഈ കുട്ടിയുടെ സംശയങ്ങൾ ഇങ്ങനെ കൂടി വന്നു. ഫസ്റ്റ് ഒരു അക്വേറിയം പോലെ എന്തോ ഒരു സാധനം ഇത് ഈ സാധനം എന്തോ സാധനം എന്ത് സാധനം കഴിയുന്നത്? ഇതാണ് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം. ദുബായ് മെട്രോ റെഡ് ലൈനിൽ കൂടി ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലേ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ സാധ്യതകളുടെ വലിയ നഗരം നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ട് സൈഡിലായിട്ട് പട്ടുകൂറ്റൻ ബിൽഡിങ്സും, ഓരോ ബിൽഡിങ്സും യുണീക്കാണ്. ഭയങ്കര ഭംഗിയുള്ള ബിൽഡിങ്സാണ്. നമ്മളിവിടെ വന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? പീക്കോക്കിനൊക്കെ ഞാൻ പിടിക്കാൻ പോയി. അത്രയ്ക്ക് ബീബി അല്ലേ, ഇച്ചിരി വലുതായിരുന്നു. Burj Khalifa, Dubai Mall. ഇവിടെയാണോ നമ്മൾ ഇറങ്ങുന്നത്? എവിടെ കണ്ടില്ല. സോണിക്കല്ലടാ പോയി. ബുർജ് ഖലീഫയാ. തോണ്ടെ المحطة القادمة هي برج خليفة دبي مول. The next station is Burj Khalifa Dubai Mall. ഇറങ്ങുന്നില്ലേ? അങ്ങനെ നമ്മൾ ബുർജ് ഖലീഫ മെട്രോ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് നേരെ നമുക്ക് ദുബായ് മോളിലോട്ട് പോകാം. മെട്രോ സ്റ്റേഷനകത്തൂടെ തന്നെ വഴിയുണ്ട്. പക്ഷേ ഞങ്ങൾ അവിടുന്ന് എക്സിറ്റ് എടുത്തു, താഴെ ഇറങ്ങി അവിടുന്ന് ഒരു ടാക്സി എടുത്ത് വിങ്സ് ഓഫ് മെക്സിക്കോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോവാണ്. എന്നുവെച്ചാൽ ഒരു ഫോട്ടോഷൂട്ട് നമ്മളെല്ലാവരും കണ്ടിട്ടില്ലേ, രണ്ട് ഏഞ്ചൽസിൻ്റെ ചിറകിൻ്റെ നടുക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്ന ആ ഒരു സ്ഥലം. അപ്പം കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ദുബായിയുടെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ തന്നെ ഇവിടെ പറയാം. എങ്ങോട്ട് നോക്കിയാലും ആഡംബരത്തിൻ്റെ അങ്ങറ്റം. ഇങ്ങോട്ട് നോക്കി പോ. അയ്യോ, ഇതെന്റെ ഫേവറേറ്റ് കാറാണ്.
ഫെറാറി അല്ലേ എൻ്റെ ഫേവറേറ്റ് ഫെറാറി. ലൊക്കേഷനിലെത്തി. ഇവിടെയാണ് ഫോട്ടോസൊക്കെ എടുക്കുന്ന ആ സ്ഥലം. വളരെ വലിയൊരു ക്യൂ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അത്ര വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു. അധികം താമസിക്കാതെ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള സാഹചര്യം തെളിഞ്ഞു വന്നു. കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ആയിട്ട് ഞങ്ങളവിടെ ടൈം സ്പെൻഡ് ചെയ്തു. എല്ലാ യാത്രയിലും കളിക്കാൻ സ്ഥലമില്ല എന്നുള്ള പരാതിക്കുട്ടൻ്റെ പരാതി പക്ഷേ ഇവിടെ മാറിക്കിട്ടി കേട്ടോ. അവന് ഏറ്റവും ഇഷ്ടമുള്ള സ്ലൈഡിങ് ഗെയിം, അതിനുള്ള സാഹചര്യം അവനിവിടെ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഈ ലോകാത്ഭുതം നമുക്ക് കാണാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, അത് നമ്മളിൽ ചില അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പണിയെടുക്കുന്നവൻ്റെ പടച്ചനായ ദുബായിയെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. അങ്ങനെ സൂര്യൻ പതുക്കെ യാത്ര പറഞ്ഞു. ആകാശത്തിന് നിറമൊക്കെ മാറി. കളിച്ച് തളർന്ന് ഈ വാച്ചൻ്റെയും. അങ്ങനെ രാത്രി പകലാകുന്ന ദുബായിയുടെ മാജിക് മൊമെൻറ്റ്സ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് ബുർജ് ഖലീഫയും ഇവിടുത്തെ ലൈറ്റും വെള്ളച്ചാട്ടവും ഒന്നുമല്ല. എൻ്റെ യുവാച്ചൻ ഇങ്ങനെ അത് കണ്ട് എന്ന് ആസ്വദിക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ, അത് ആക്ച്വലി എ പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ വാട്ടർ ഫൗണ്ടനും ലൈറ്റ് ഷോയും ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞ് കുറേ നേരമായില്ലേ. ഏകദേശം എല്ലാവരും കഴിഞ്ഞു. ഇനി ജസ്റ്റ് മുകളിലൊന്ന് പോയിട്ട് യുവാച്ചൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡ് ബർഗർ വേണം, KFC വേണം, പിസ്സ വേണം, ഇതൊക്കെ പറഞ്ഞ് പിണങ്ങി എൻ്റെ പുറം ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല. പിന്നെ ഇതിനകത്തൊന്ന് ബഡ്ജറ്റായിട്ട് എന്തെങ്കിലും കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ മാത്രമേ കിട്ടൂ. അറിയാവുന്ന വിലയ്ക്ക് അറിയാവുന്ന സാധനങ്ങൾ ഇതൊക്കെ കാണത്തുള്ളൂ. ഒരുപാട് ലക്ഷറി ഫുഡൊന്നും എക്സ്പ്ലോർ ചെയ്യാത്തത് കൊണ്ടാവാം. അപ്പോൾ യുവാച്ചൻ്റെ ആഗ്രഹപ്രകാരം ഒരു പിസ്സ മേടിച്ച് കൊടുത്താലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ദുബായ് മോളിനകത്ത് കയറി. ഇവിടെ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒരു രക്ഷയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷറി മാത്രം.
നമ്മൾ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തും ഒന്നും അറബികളെ കാണുന്നില്ല, അറബ്സിനെ കാണുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ദുബായ് മോളിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അറബ്സിനെയൊക്കെ കാണാൻ പറ്റും. ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ദേ ഈ അക്വേറിയത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള മീനുകൾ, പ്രത്യേകിച്ച് ഇതേ ഇമാതിരിയുള്ള കൂറ്റൻ ഷാർക്ക് കണ്ടാൽ തന്നെ പേടിയാവും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ മുഴുവൻ ഒന്ന് കറങ്ങിയൊക്കെ നടന്നു. ഇനി നമ്മൾ നേരെ ഫുഡ് കോർട്ടിലോട്ടാണ് പോകുന്നത്. ഇതാണ്ട് ഇദ്ദേഹമാണ് നമ്മളെ അങ്ങോട്ട് നയിക്കുന്നത്. അപ്പം ഞങ്ങൾ വന്നു പറഞ്ഞ പോലെ തന്നെ 100 ഡിഷസ് ഉണ്ടെങ്കിലും ഇവാച്ചൻ്റെ ആഗ്രഹപ്രകാരമുള്ള ഡിഷസ് മേടിച്ചു. അവനത് കൊതിയോടെ ആർത്തിയോടെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മെട്രോ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയാണ്. വീണ്ടും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടക്കണം. പോകുന്ന വഴിയാണെങ്കിൽ ഓരോ കാഴ്ചകളും നമ്മൾ എങ്ങനെയൊക്കെയായാലും സ്ലോ ഡൗൺ ആയിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോകും. അപ്പം കാണാം നാഗവല്ലിയുടെ അവസ്ഥ. ദേ ഇവിടെ ഒരാൾക്ക് ബുക്ക് ഭ്രാന്ത് ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ പിന്നെ ഇമാതിരി ഒരു സ്ഥലം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നാഗവല്ലിയെ തന്നെ ഓർമ്മ വന്നു. അങ്ങനെ ദുബായ് വാള് നമുക്ക് താങ്ക് യു ഒക്കെ പറഞ്ഞു. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. ഒരുപാട് ഉയരങ്ങളിലെത്തണം, പണം സമ്പാദിക്കണം, ഒരുപാട് വിജയങ്ങൾ. പക്ഷേ ലോകത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോഴും എനിക്ക് ഏറ്റവും വലുതായി തോന്നിയത് എൻ്റെ ഈ വാച്ചിനും എൻ്റെ കൂടെ നടന്ന എൻ്റെ ഭാര്യയുടെ സന്തോഷമൊക്കെയാണ്. കാരണം സ്വപ്നങ്ങൾ ഉയരങ്ങളിലല്ലല്ലോ അല്ലേ, നമ്മളെ വിശ്വസിച്ച് നമ്മളെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്നവരുടെ സ്വപ്നങ്ങളല്ലേ സത്യം പറഞ്ഞാൽ ബുർജ് ഖലീഫയെക്കാട്ടിലും ഉയരമുള്ളത്.